Good morning, children. All of you take your textbook. ആദ്യം തന്നെ എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്ക് അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചോ. നോട്ട് ബുക്ക് എടുത്തേ, 2 ലൈൻ കോപ്പി. അവിടെ ഇന്നത്തെ ഡേറ്റ് എഴുതിയ സൈഡില് ദേവാനന്ദും ആൻഡ്രൂസും ഒന്നിച്ചാണ് ഇരിക്കുന്നേ. ഓക്കെ, നോട്ട് ബുക്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതിക്കോ എല്ലാരും. അവിടെ നിങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതണം. ഹോംവർക്ക് ആട്ടോ അത്. അവിടെ സ്വരാക്ഷരങ്ങൾ എഴുതണം. അവിടെ നിങ്ങൾ മുകളിൽ ആ എഴുതുക, ആ ടു ആന്ന് എഴുതുക. എന്നിട്ട് ആ ഒരു പേജ് ഫുള്ളായിട്ട് നിങ്ങൾ സ്വരാക്ഷരങ്ങൾ എഴുതണം. എത്ര പ്രാവശ്യം എഴുതണം? 5 പ്രാവശ്യം എഴുതിയാൽ മതി. ആ മുതൽ ആ വരെ മുകളിൽ ഹെഡിങ് ആയിട്ട് എഴുതുക, ആ ടു ആ. റൈറ്റ് 5 ടൈംസ്. ക്ലോസ് ചെയ്തോ നോട്ട് ബുക്ക്. എന്നിട്ട് നോട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കുക. പിന്നെ എല്ലാവരും തന്നെ ഹോംവർക്ക് ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യണം കേട്ടോ. ഹോംവർക്ക് ചെയ്താലേ നിങ്ങൾ പഠിച്ചു എന്നറിയുള്ളൂ. നോട്ട് ബുക്ക് ക്ലോസ് ചെയ്യാ, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എവിടെ വരെ നമ്മൾ പഠിച്ചത്? ക, ഖ, ഗ, ഘ, ങ വരെ പഠിച്ചു അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ചായ എടുത്തില്ലേ നമ്മള്? എടുത്തോ? അലൻ ജോസഫ്, പ്ലീസ് അൺമ്യൂട്ട്. എവിടം വരെയാ നമ്മൾ പഠിച്ചത്? അനാരും അമരുത്തും വരെ. 20. പേജ് നമ്പർ 20. Yes. Page number. Okay, 1 minute. Okay, listen here. Alan Joseph, മോന്റെ ആ പേജ് കാണിച്ച ബുക്കിന്റെ. മിസ്സിന്റെ ബുക്കില് പേജ് ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടി. ലിസൺ ഹിയർ. നമ്മൾ പേജ് നമ്പർ 20 അല്ലേ? ഏക അക്ഷർ ദോ വസ്തുവോം കാ ജ്ഞാൻ. മിസ്സിന് ഒരു പഴയ ബുക്കായിരുന്നു, അതിലില്ല ആ പേജ്. കീരിപ്പറിച്ച് കളഞ്ഞു തോന്നുന്നു. കിട്ടി, ബുക്ക് കിട്ടി.
ശ്രദ്ധിച്ചിരുന്നോ? Listen here. एक अक्षर दो वस्तुओं का ज्ञान. ഒരക്ഷരവും അതിന് ചേർത്തിട്ടുള്ള രണ്ട് വസ്തുക്കൾ, അതായത് രണ്ട് വാക്കുകളുമാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ട് വസ്തുക്കൾ കാണിക്കും, അതിന്റെ രണ്ട് വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഏതാണ്? ആസേ, അനാർ, അമരൂദ്. ആസേ, ആ എന്ന അക്ഷരം കൊണ്ട് രണ്ട് വാക്കുകൾ. നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണ്ട. ആസേ അനാർ, ആസേ അമരൂദ് ഇപ്പൊ ഇവിടെ പറയണ്ട. ഇവിടെ നമ്മള് ആസേ അനാർ അമരൂദ്, ആ എന്ന അക്ഷരം കൊണ്ട് രണ്ട് വാക്കുകൾ. ഏതൊക്കെ വാക്കുകളാണ്? അനാർ, അമരൂദ്. എങ്ങനെ വായിക്കണം? ആസേ അനാർ അമരൂദ്. ഇതാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഇവിടെ വരെയല്ലേ എഴുതിയത്? ആണെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിക്കാമോ? അതെ, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയോ? യെസ്, എഴുതി. ഓക്കെ. ബിയോണ എഴുതിയില്ല? Listen here. Today we are going to learn about ആസേ, ആം, ആലു. എന്താണ്? ആ എന്ന അക്ഷരം കൊണ്ട് രണ്ട് വാക്കുകൾ, രണ്ട് വസ്തുക്കൾ അവിടെ കാണുന്നുണ്ടല്ലേ? രണ്ട് സ്ഥാനങ്ങൾ കാണുന്നില്ലേ? അതിന്റെ രണ്ട് വാക്കുകളാണ് പഠിക്കുന്നത്. ആസേ, ആം, ആലു. ആം എന്ന് പറഞ്ഞ എന്താണ്? ആം എന്ന് പറഞ്ഞാല് തേങ്ങ ആണോ? അല്ല, മാങ്ങ അല്ലേ? അതെ, മാംഗോ. ആം എന്ന് പറഞ്ഞാല് മാംഗോ. ആസേ, ആം, ആലു. ആലു എന്ന് പറഞ്ഞ എന്താണ്? ഉരുളക്കിഴങ്ങ്, പൊട്ടറ്റോ അല്ലേ? പൊട്ടറ്റോ. ആലു, പൊട്ടറ്റോ. ഒളിപ്പിസേ ആസേ, ആം, ആലു. ആസേ, ആം, ആലു. ഓക്കെ. ആസേ അനാർ അമരൂദ്. ആസേ ആം ആലു. നെക്സ്റ്റ് നോക്കിയോ? ഈ എന്ന അക്ഷരമാണ് അല്ലേ? ഈ സേ ഇമലി, ഇലായജി. Once more. ഈ സേ ഇമലി, ഇലായജി. ഇമലി എന്ന് പറഞ്ഞ എന്താണ്? ടാമറിൻഡ് അല്ലെ? പുളി. ഇമലി, ടാമറിൻ. ഈസേ ഇമലി. പറയാൻ പഠിക്ക്. ഈസേ ഇമലി, ഇലായജി. എന്താ ഇലായജി എന്ന് പറഞ്ഞാല്? ഏലക്ക അല്ലെ? ഏലക്കായ. ഏലക്ക എന്ന് പറഞ്ഞാൽ എന്താ? പായസത്തിലൊക്കെ ഇടുന്നില്ലേ? നല്ല മണമുള്ളത്, അതാണ് ഏലക്ക. കാർഡമം. Once more. ആസേ ആം ആലു. ഈസേ ഇമലി, ഇലായജി. ഒന്നുകൂടെ ആദ്യം തൊട്ട് പഠിക്കാം. ആസേ അനാർ അമരൂദ്. ആസേ ആം ആലു. ഈസേ ഇമലി, ഇലായജി. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ? അപ്പം ഇതെന്ത് ചെയ്യണം? ഇത് നമുക്ക് നോട്ട്ബുക്കിലോട്ട് എഴുതണ്ടേ? എഴുതണം. ഹാദിയ, പ്ലീസ് അൺമ്യൂട്ട്.
നോട്ട് ബുക്കിൽ എവിടം വരെ എഴുതി മോളെ? ഇത് എഴുതിയിട്ടില്ല പറ. ഇത് എഴുതിയിട്ടില്ല. എഴുതിയിട്ടില്ല. ഏതാ എഴുതിയത്? ആ സെ അനാർ അമരൂദ് എഴുതിയോ? ഇല്ല. എഴുതിയില്ല ആരും? അപ്പം വായിച്ചു തന്നതേ ഉള്ളൂ അതല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മള് എഴുതാൻ പോവാണ്. ഒരക്ഷരം എഴുതും, എന്നിട്ട് അതിന്റെ 2 വാക്കുകള്. ഓക്കെ, അപ്പൊ ആദ്യം എങ്ങനെ എഴുതും? മിസ് ഒരു പ്രാവശ്യം എഴുതി കാണിച്ചത് അതതുപോലെ. നോട്ട് ബുക്ക് എടുത്തോ എല്ലാവരും? 2 ലൈൻ കോപ്പി. നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിച്ചില്ലേ? എല്ലാരും അക്ഷരങ്ങളെ പഠിച്ചു, കുഞ്ഞു കുഞ്ഞു വാക്കുകൾ എഴുതാൻ പഠിച്ചു അല്ലെ? ഇനി 2 വാക്കുകൾ വെച്ച് എഴുതാൻ പോവാണ്. നിങ്ങള് എഴുതി പ്രാക്ടീസ് ചെയ്യണം ഇനി. അപ്പം ഇങ്ങനെ എഴുതണം. നോട്ട് ബുക്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് പേജില് ഫസ്റ്റ് ആ എഴുതുക. കാണുന്നുണ്ടോ? ആ എഴുതി, എന്നിട്ട് ആദ്യം ഒരു വാക്ക് എഴുതുക. ആ എഴുതുക, ഒരു ഹൈഫൺ ഇടുക, കുഞ്ഞു ഹൈഫൺ ഇടുക. അനാർ. അടുപ്പിച്ചെഴുതണം കേട്ടോ, ഒരുപാട് ഇതെടുക്കല്ലേ. ആ ഹൈഫൺ അനാർ. ഇതൊരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. കുറച്ച് സ്പേസ് എടുത്തിട്ട് അമരൂദ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ വാക്ക്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് അമരൂദ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോമയോ എന്തെങ്കിലും ഇടാം അവിടെ. കോമയൊക്കെ ഇട്ട വൃത്തികേടാക്കി വെക്കും നോട്ട് ബുക്കിൽ. കുറച്ച് സ്പേസ് വിട്ടിട്ട് എഴുതിയാൽ മതി. ആസെ അനാർ അമരൂദ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കില് ഹാഫ് പേജ് എഴുതിയാൽ മതി, പകുതി എഴുതിയാൽ മതി കേട്ടോ. ആസെ അനാർ അമരൂദ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എഴുതി അവിടെ വെക്ക. ബാക്കി പിന്നെ എഴുതുക. അതിന്റെ പകുതി എടുത്തില്ലേ? നോട്ട് ബുക്കിന്റെ പകുതി ആയിട്ട് എടുക്ക. താഴെ ഇതേപോലെ തന്നെ ആ എഴുതുക. ആസെ ആം ആലു. ഹാഫ് പേജ് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ആന്ന് എഴുതുക, ഹൈഫൺ ഇടുക. ആം ആലു. രണ്ട് വാക്കുകളാണ്, അതപ്പം സ്പേസ് ഇട്ട് വേണം എഴുതാൻ. ലൈൻ വരച്ചു കൊടുത്ത കുഴപ്പമില്ല, അല്ലെങ്കിൽ ബുക്ക് ഒരു വൃത്തി ഉണ്ടാവില്ല. ചിലപ്പോ അടുത്തു പോയാല് 2 വാക്കുകളല്ലേ അടുപ്പിച്ചായാല് ഇവിടെ ആ വാക്കുകള് ഒറ്റ വാക്കായിട്ടൊക്കെ പോകും. അപ്പൊ അത് മനസ്സിലാവില്ല. പിന്നെ ഇപ്പൊ ആകെ 2 അക്ഷരമേ വരുന്നുള്ളൂ. ആം ആലു. കുറച്ച് സ്പേസ് ഇട്ട് എഴുതിയാൽ മതി. സ്പേസ് ഇട്ടാലും കുട്ടികൾ അത് എഴുതി ലാസ്റ്റ് എത്തുമ്പോ അവര് അത് ഒന്നിച്ചായിട്ട് വരും. പിന്നെ ആലു എഴുതാൻ അവിടെ സ്പേസ് ഉണ്ടാവില്ല, അപ്പുറത്തെ പേജിലായി പോകും. അതുകൊണ്ട് നിങ്ങൾ ലൈൻ വരച്ചു കൊടുത്ത കുഴപ്പമില്ല. ആന്ന് എഴുതിയിട്ട് ലൈൻ വരയ്ക്കണ്ട. ആ എഴുതുക. ആം ആലു എന്നുള്ളതിന്റെ മുകളിൽ നിന്നോട്ട് എഴുതുക. അനാർ ആം എന്നുള്ളത് അവിടെ നടുക്കൂടെ ലൈൻ വരച്ച് താഴോട്ട് കൊടുക്കുക. എന്നപ്പം ഇവിടെ ലൈൻ വരയ്ക്കണ്ട. ഇവിടെ ആം അതായത് അനാർ ആം എന്നുള്ളതിന്റെ നടുക്കൂടെ ഇതിലൂടെ താഴെ വരെ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ ആ വാക്കുകൾ നേരെ തന്നെ താഴോട്ട് എഴുതിക്കോളൂ. ഓക്കെ, 2 പകുതി എഴുതാനാ പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അതാണ്. ഇപ്പൊ 2 ഹോംവർക്ക് വന്നു അല്ലെ? ആദ്യത്തെ അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ എഴുതാൻ വർക്ക് വന്നു. ഒരു പേജ് 5 പ്രാവശ്യം എഴുതണം. മറന്നു പോകാൻ പാടില്ല നമ്മള് സ്വരാക്ഷരങ്ങള്. അതെ, അപ്പം
ഇത് ഹാഫ് പേജ് വെച്ച് എഴുതുക. ആ സെ അനാർ അമരൂദ്, ആ സെ ആം ആലു. Then close your notebook. Close your notebook. Listen here. എന്നിട്ട് വായിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ വായിച്ചു തരണം. മിസ്സിനെ വായിച്ച് കേൾപ്പിക്കണം. ശ്രദ്ധിച്ചിരുന്നോ? പാട് തീൻ. ത്രീക്ക് എത്രയാ പറയുന്നേ? തീൻ അല്ലേ? വണ്ണിന് എത്രയാ പറയുന്നേ? എങ്ങനെയാ പറയുന്നേ? ഏക്ക്. എന്താണ്? ഏക്ക്. നമുക്ക് അങ്ങനെ തന്നെ പഠിച്ചു പോവാം അല്ലെ? ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാം, ഹിന്ദി പഠിക്കുമ്പോൾ ഹിന്ദിയിൽ പഠിക്കാം. പാട് തീൻ. ഇപ്പൊ തീൻ എന്ന് പറയുമ്പം ഏക്കും ദോയും പഠിച്ചില്ലല്ലോ നമ്മള്. പഠിച്ചോ? ഏക്ക് എന്ന് പറഞ്ഞ എത്രയാണ്? 1. വണ്ണിന് എന്താ പറയാ? ഏക്ക്. ഏക്ക് ദോ. രണ്ടിന് എന്താ പറയാ? ദോ അല്ലെ? ഏക്കും ദോയും കഴിഞ്ഞു. ഇനി അടുത്തത് തീ. തീ എന്ന് പറഞ്ഞ എത്രയാണ്? 3 അല്ലെ? പാട് തീൻ. ഏക്ക് അക്ഷർ. ഏക്ക് എന്ന് പറഞ്ഞ എത്രയാണ്? 1 അല്ലെ? ഏക്ക് അക്ഷർ, ഒരക്ഷരം. ദോ വസ്തുവോ. എന്താണ് വസ്തു എന്ന് പറഞ്ഞാല്? അവിടെ കാണുന്ന 2 സാധനങ്ങൾ കാണുന്നില്ലേ? അതാണ് 2 സാധനങ്ങൾ അല്ലെ? ഇവിടെ 2 എന്തൊക്കെയാ? അനാറും ഉണ്ട്, അമരൂതും ഉണ്ട് അല്ലെ? ആമുണ്ട്, ആലു. ഇപ്പൊ ഒരക്ഷരവും. ഒരക്ഷരേ ഉള്ളൂ. ഏതാണ്? ആ എന്ന അക്ഷരം കൊണ്ട് 2 വാക്കുകൾ. അതാണ് ഈ പാഠത്തില്. ഓക്കെ. ആസേ അനാർ അമരൂദ്. വായിച്ചോ എല്ലാവരും? ആസേ ആം ആലു. ഈസേ ഇമലി ഇലായചി. ഓക്കെ. ഒരക്ഷരം കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. ഈന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ ഇവിടെ. ആരാണ്? ഈ അല്ലെ? ഈ എന്നല്ലേ നമ്മള് പറയുന്നത്? ആ ഈ ഇപ്പൊ ഈന്ന് കൂടെ പഠിക്കണം അല്ലെ? എങ്ങ ഈക്ക് വിഷമാവൂലേ? ഈസേ ഈക്ക്. എന്താ ഈക്ക് എന്ന് പറഞ്ഞാല്? ഷുഗർ കെയിൻ, കരിമ്പ്. ഈസേ ഈക്ക്, ഈസേ ഈശ്വർ. ഇത് നമ്മൾ കഴിഞ്ഞ അന്ന് പഠിച്ചതാണല്ലേ? ഒരു പ്രാവശ്യം പഠിച്ചു അല്ലെ? ഈസേ ഈശ്വർ. ഈശ്വർ എന്ന് പറഞ്ഞാൽ ഗോഡ്. ഈശ്വർ അല്ലെ? ഗോഡ്, ദൈവം. ഈസേ ഈക്ക് ഈശ്വർ. All of you say ഈസേ ഈക്ക് ഈശ്വർ. Once more. ഈസേ ഈക്ക് ഈശ്വർ. Once more. ആസേ അനാർ അമരൂദ്. ആസേ ആം ആലു. ഈസേ ഇമലി ഇലായചി. ഈസേ ഈക്ക് ഈശ്വർ. ഓക്കെ. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഴുതണം. നമുക്ക് വായിച്ചു നോക്കാന്ന്. അൻവിത പ്ലീസ് അൺമ്യൂട്ട്. മിസ്സിനെ വായിച്ചു കേൾപ്പിച്ചെന്ന് പഠിച്ചത്. ആസേ അനാർ അമരൂദ്. ഓക്കെ. ആലു. ഈസേ ഇലായചി. ഈസേ ഈക്ക് ഈശ്വർ. ഓക്കെ, വെരി ഗുഡ്. അഥീന. അപ്പൊ അൻവിത വായിച്ചവർ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞില്ലേ സ്വരാക്ഷരങ്ങള്? അവിടെ ഇരുന്ന് എഴുതിക്കോ. അഥീന
എഴുതി കഴിഞ്ഞവര് മാത്രം, ബാക്കിയുള്ളവർ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചിരിക്കുക. മിസ് പേര് വിളിച്ച് കഴിയുന്നവര് എഴുതുക. ഓക്കെ, ബാക്കി വേർഡ്സ് വായിച്ചാ മതി. ആ സെ അനാർ, अमरूद, ഓക്കെ. आ से आम, आलू, ഓക്കെ, ഗുഡ്. ई से इमली, इलायची, ഇലായച്ചി, इलायची, ई से ईख, ईश्वर. ഓക്കെ, വെരി ഗുഡ്. അമൻ മാധവ്. Then write Athena. Aman. अनार, अमरूद, आ से आम, आलू, ई से ईग, इमली, ഇലായച്ചി, ഇലായച്ചി. इलायची, ഈ സെ ഈഖ്, ഈശ്വർ. ईग, ईश्वर. ഓക്കെ, ആയുഷ് അമൻ എഴുതിക്കോ. ഹാദിയ, ഹാദിയ. ഓക്കെ വായിക്കേ. आ से अनार, अमरूद, ഓക്കെ आ से आम, आलू, ई से इमली, इलायची, ഇലായച്ചി. മിസ് പോയെന്ന് തോന്നുന്നു. ഇലായച്ചി. ഓക്കെ ഈസ് ई से ईख, ഈശ്വർ. ईश्वर. ഓക്കെ, ബിയോണ. വെരി ഗുഡ് ഹാദിയ. ബിയോണ. ഹാദിയ എഴുതിക്കോ. अनार, आम, for आम, ആ ഫോർ ആം. ആ സെ ആം, ആലു. आम, ई से इमली, ഇലായച്ചി, इलायची, ഈഖ്, ഈശ്വർ. ईश्वर. ഓക്കെ. ओ उल्लू, ഓ, ഉല്ലു ഒക്കെ വായിക്കുന്നുണ്ടോ? Then next, good. എഴുതിക്കോ അവിടെ നിന്നിട്ട് കേട്ടോ. സേറ മരിയ. अनार, अमरूद, आ से आम, आलू, ई से इमली, इलायची, ई से ईख, ईश्वर. ആ, വെരി ഗുഡ്. ഇവിടെ സമയം തീരാൻ പോണെന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. മറിയം, ഏബൽ മാത്യു, അഥീന, ഐഫുന, ആൻഡ്രോസ്, ദേവാനന്ദ്, ഇർഷാദ്, നൈല, ഹാദി, അൻവിത, നീലാഞ്ജന, ഈഷിത്, നിവേദ്യ. പ്രസന്റ് പറയുന്നില്ല ആരും? അശ്വിനി,
വീണ്ടും ഗാലക്സി M30 തന്നെയാണല്ലോ അവിടെ. എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്? സാവിയോ സെറ മിഗ്ദാദ് ഐഫൂനയുടെ പേരെഴുതി. അമൻ മാധവ്, അയാൻ വിജേഷ്, മുഹമ്മദ് മുബ്ദാസിം, ഫാത്തിമ KM, അഫ്രാസ്, അലൻ ജോസഫ്, ഹാദിയ, അപ്പൊ എല്ലാരും തന്നെ അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക കേട്ടോ. ഹോംവർക്ക് ചെയ്തിരിക്കുക. അടുത്ത പീരീഡ് വേറെ വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പം തന്നെ ക്ലാസ് ഇല്ലല്ലോ, അടുത്ത് തന്നെ ക്ലാസ് ഇല്ലല്ലോ. അപ്പം എഴുതുക കേട്ടോ, ഹോംവർക്ക് എഴുതുക, പോസ്റ്റ് ചെയ്യാം. ഒന്നിച്ച് എഴുതിയാൽ മതി, വൈകുന്നേരം പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഒന്നിച്ച് അടുത്ത പീരീഡ് കൂടെ കഴിഞ്ഞിട്ട്. ജൽവ ഫാത്തിമ അറ്റൻഡൻസ് എടുത്ത് കഴിഞ്ഞില്ല നമ്മളെ. മിയ, അമൃത, ജോവിൻ, ജോയൽ, ദേവർഷ, ആദിത്ത്, റയാൻ, സൽമാൻ, റിച്ചാർഡ്, ജിയ റോസ്, ഷഹ്ബറ. ഇനി ആരുടെ പേര് വിളിക്കാത്തുണ്ടോ? ആരവിനെയൊക്കെ വിളിച്ചു. ബിയോണനെ വിളിച്ചില്ലേ? ബിയോണന്റെ പേരുണ്ടല്ലോ ഇവിടെ. ബിയോണനെ വിളിച്ചില്ല? വിളിച്ചു. ഓക്കെ. അപ്പൊ ഇനി ആരാണ് പേര് വിളിക്കാത്ത? റയാൻ, പ്ലീസ് അൺമ്യൂട്ട്. ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു കേൾപ്പിച്ചേ. ബാക്കിയുള്ളവർ എഴുതിക്കോ, ഹോംവർക്ക് ചെയ്തോ അവിടെ ഇരുന്നിട്ട്. അനാർ, അമരൂദ്, ആം, ആലു, ഈസെ ഇമലി ഇലായജി, ഈസെ ഈദെ ഏഷർ. ഈശ്വർ. ഓക്കെ, ഗുഡ്. റിച്ചാർഡ്, റയാൻ, വെരി ഗുഡ്. റിച്ചാർഡ്, പ്ലീസ് അൺമ്യൂട്ട്. അമരുദ്, ആസെ ആം, ആലു, ഈസെ ഇമലി ഇലായജി, ഈസെ ഈശ്വർ. ഓക്കെ, വെരി ഗുഡ്. ജിയ, ആസെ അനാർ, അമരൂദ്, ആസെ ആം, ആലു, ഈസെ ഇമലി ഇലായജി, ഈസെ ഈശ്വർ. okay, very good. Shahbara, what is this? What are you doing there? Shahbara, വായിച്ചു കേൾക്കട്ടെ. Where is your textbook? നീ എന്താ ചെയ്യുന്നത്? ആസെ ആം, ആസെ ആം എന്നാണോ? ആസെ അനാർ, ആസെ അനാർ, അമരൂദ്, ആസെ ആം, ആലു, ഈസെ ഇമലി ഇലായജി, ഈസെ ഈശ്വർ. ഈശ്വർ. ഓക്കെ, സിറ്റ് ഡൗൺ. ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ് ചെയ്തേ ഷഹബറ. അവിടെ ഇരുന്ന് ചെയ്തേ. ഏബൽ മാത്യു, ഏബൽ പ്ലീസ് അൺമ്യൂട്ട്.
എന്താണ് ഏബൽ മെസ്സേജ് അയച്ചത്? ആയുടെ ചിഹ്നം എഴുതിയതെന്ന് പറഞ്ഞിട്ട് എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, എന്താണ് മോനെ? ഇത് അതിന്റെ മുമ്പിലത്തെ ലാസ്റ്റ് ക്ലാസ്സിലെ ആ ചിഹ്നം ചേർത്തിട്ടായിരുന്നു എഴുതിച്ചിരുന്നത്. അതെയോ, ചിഹ്നം പഠിപ്പിച്ചോ? ചിഹ്നം ആയുടെ മാത്രം. ആ, ചിഹ്നാക്ഷരങ്ങൾ തന്നിട്ടല്ലേ? ഓക്കെ ഓക്കെ, വായിച്ചോ. A se anar amarut. ഓക്കെ, Se am alu. E se imali ilayati. E se ik ishat. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ സമയം തീർന്നു. ഇപ്പം പറഞ്ഞ ഹോംവർക്ക് ഇപ്പം 2 പേജായിട്ട് എഴുതാൻ പറഞ്ഞു. ഒന്ന് ആദ്യത്തേല് ഇത് ഡേറ്റ് ഇട്ടിട്ട് സ്വരാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 പ്രാവശ്യം തന്നെ എഴുതണം. ഒരു പ്രാവശ്യം എഴുതിട്ട് പോസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പോസ്റ്റ് ചെയ്താൽ മതി. 2 പീരീഡും കൂടെ കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ പോസ്റ്റ് ചെയ്യണം. ഹോംവർക്ക് എഴുതി പോസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ ഹോംവർക്ക് 2ാമത്തെ പേജില് ആസെ അനാർ അമരൂദ്, അതൊരു ഹാഫ് പേജ് എഴുതുക നോട്ട് ബുക്കിന്റെ. 2ാമത്തെ പകുതിയില് ആസെ ആം ആലു. ഇതാണ് നിങ്ങളുടെ വർക്ക്. എന്താ ചെയ്യണ്ടേ? ഇപ്പൊ തന്നെ അവിടെ ഇരുന്നിട്ട് പറ്റുന്ന പോലെ എഴുതുക. ഒന്നിച്ച് എഴുതാൻ നിൽക്കണ്ട, കൈവേദന എടുക്കാൻ നിൽക്കണ്ട, കുറേശ്ശെയായിട്ട് എഴുതുക. എന്നിട്ട് അടുത്ത പീരീഡ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ബൈ. സീ യു നെക്സ്റ്റ് പീരീഡ്. ബൈ.